രാവിലെ തന്നെ ജെ.സി.ബി ആയിട്ടാട്ടോ ഇന്നത്തെ പരിപാടി. എന്താന്നല്ലേ, വീട് കുത്തിപ്പൊളിക്കലൊന്നും അല്ല കേട്ടോ, റോഡ് കുത്തിപ്പൊളിക്കലാണ്. അതും എൻ്റെ വകയല്ല, കേരള വാട്ടർ അതോറിറ്റിയുടെ വകയാണ് കേട്ടോ. വർഷങ്ങളായിട്ട് ഈ ഒരു പരിസരത്ത് വെള്ളത്തിന് നല്ല ക്ഷാമമുണ്ട്. അതിനൊരു പരിഹാരമായിട്ട് കേരള വാട്ടർ അതോറിറ്റി ഇവിടെ കുഞ്ഞു പൈപ്പാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ പൈപ്പിനെ മാറ്റി വലിയ പൈപ്പാക്കി തരാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ പണിപ്പുരയിലാണ് ഇവർ. ആകെ കൂടി റോഡിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. എന്തായാലും കുഴപ്പമില്ല, കുടിവെള്ളം കിട്ടുന്നതിലെ ഏറ്റവും വലിയ കാര്യം അതാണ് ഏറ്റവും പ്രധാനമുള്ളത് കേട്ടോ. രാവിലെ തന്നെ ഇൻഫർമേഷൻ കിട്ടി ഇവിടെ നിന്ന് റോഡെല്ലാം കുത്തിപ്പൊളിക്കും, വണ്ടികളൊക്കെ ഉണ്ടെങ്കിൽ വേഗം താഴോട്ട് മാറ്റിയിട്ടോളാൻ. അങ്ങനെ നമ്മുടെ കാറൊക്കെ നേരത്തെ എടുത്ത് താഴെ ഇട്ടിട്ട് വേറെ ഡാൻസ് ക്ലാസ്സിന് കൊണ്ടുപോവാണ്. കൊണ്ടുപോയ ശേഷം നേരെ ജോസ്കോയിലേക്ക് വിട്ടു. കുറേ ദിവസമായിട്ട് പെയിൻറ്റിംഗ് ആയിട്ട് വെച്ചിരിക്കുന്ന ഒരു കാര്യം ചെയ്യാനാട്ടോ, വേറെ ഒന്നുമല്ല, ഒരു കാത് കുത്തൽ അത്ര തന്നെ. ശരിക്കും പറഞ്ഞാൽ കാത് കുത്താൻ കാതിൽ സ്ഥലമൊന്നും ബാക്കിയില്ല കേട്ടോ. എങ്കിലും ഒരു കൊതി ഒന്നുകൂടെ കാത് കുത്താനായിട്ട്. അങ്ങനത്തെ കാത് കുത്താനായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇതൊക്കെ ഒരു ട്രെൻഡല്ലേ, ആ ട്രെൻഡിന് പിറകെ ഞാനും പോവാട്ടോ. ഇപ്പോൾ ഓൾറെഡി 4 ഉണ്ട്, ഒരെണ്ണം കൂടി ഫൈനലായിട്ട് ഏറ്റവും മുകളിൽ കുത്തണം കേട്ടോ. അതാണ് എൻ്റെ ആഗ്രഹം. ഇപ്പോഴത്തെ ട്രെൻഡിങ് ഒരുമാതിരത്തെ സാധനമൊക്കെ ഉണ്ടല്ലോ, എൻ്റെ പേരൊന്നും എനിക്ക് പറയാൻ അറിയില്ല കേട്ടോ. എന്തൊക്കെയുണ്ട് എൻ്റെ പേര്, അതൊന്നുമല്ല. എനിക്ക് ജസ്റ്റ് 2 റിങ്സ് 2 കാതിലായിട്ടിരുന്നു, അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അതാണ് എനിക്ക് ഭംഗിയായിട്ട് തോന്നിയത്. അങ്ങനെ ഞാൻ റോസ് ഗോൾഡിൻ്റെ റിങ്സ് ആട്ടോ വാങ്ങിയത്. സിമ്പിളായിട്ടുള്ള കുഞ്ഞ് ഭയങ്കര തിന്നായിട്ടുള്ള 2 റിങ്സ് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തെന്ന് പറയുന്നത് കാതുകുത്തൽ ചടങ്ങാണ്. എന്തായാലും ഈ ഒരു റിങ് ആട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ വൈറ്റ് ഗോൾഡും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് റോസ് ഗോൾഡാണ് ഇഷ്ടമായത്. അങ്ങനെ റോസ് ഗോൾഡിൻ്റെ ആ റിങ്സ് എല്ലാം എടുത്തിട്ട് കാത് കുത്താനായിട്ട് പോവുകയാണ്. കാത് കുത്തലൊരു ചടങ്ങാണെന്ന് അറിയാം. നല്ല വേദന കുറച്ച് ദിവസത്തേക്ക് അനുഭവിക്കേണ്ടി വരുമെന്നും അറിയാം. എൻ്റെ അമ്മോ, കാതെല്ലാം കുത്തിയിട്ടുണ്ടല്ലോ, ആ മുടി കയറി ഇടയ്ക്കൊന്ന് പിടിക്കണം. നമ്മുടെ ജീവൻ പോവും. കാത് കുത്തുന്നതിനെക്കാട്ടി വേദന കേട്ടോ, മുടി കയറി പിടിക്കുക, നമ്മുടെ കൈ കയറി തട്ടുകയൊക്കെ ചെയ്യുമ്പോൾ ഉള്ളത്. ഇനി കുറച്ച് ദിവസത്തേക്ക് അത് 2-3 ദിവസത്തേക്ക് കുറച്ച് വിഷയമായിരിക്കും, എങ്കിലും കുഴപ്പമില്ല, കാത് കുത്തിയിട്ട് തന്നെ ബാക്കി കാര്യം എന്ന് ഞാൻ കരുതി. ഇത് അവസാനത്തെ കാത് കുത്തലെന്നാണ് എൻ്റെ ഒരു തീരുമാനം. ചിലപ്പം മാറിയേക്കാം കേട്ടോ, പറയാൻ പറ്റില്ല. എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇങ്ങനെ കാതിൽ നിറയെ കാതെല്ലാം കുത്തി. പക്ഷെ ഞാനിട്ടിരിക്കുന്ന ഒരു കമ്മലും എനിക്കിഷ്ടമില്ല എന്നുള്ളതാണ് വേറൊരു സത്യം കേട്ടോ. ചിലരുടെയൊക്കെ കാതിൽ നിറയെ കുത്തിയിട്ടേക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. എൻ്റെ കാതിൽ കുത്തിയിട്ട് ഭംഗിയില്ല എന്നാണ്. ഇത് നിങ്ങൾ പറയാം കേട്ടോ, കമൻറ്റ് ചെയ്യുക. എൻ്റെ കാതിങ്ങനെ നിറയെ കുത്തിയിട്ട് ഭംഗിയുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്കെന്തോ ഒരു ഭംഗിക്കുറവ് പോലെ തോന്നിയിട്ടുണ്ട്. കാത് കുത്താൻ പോവുകയാണേ, എൻ്റെ അമ്മോ, അതൊരു വല്ലാത്ത കുത്തൽ തന്നെയാണല്ലേ. എന്തിനാണ് ത്യാഗമൊക്കെ സഹിച്ച് കുത്തുന്നതെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. പിന്നെ ഇതെല്ലാം ഉണങ്ങിക്കഴിയുമ്പോൾ ആ വേദനയൊക്കെ മാറുമ്പോൾ ഒരു സുഖം. മിററിലേക്ക് നോക്കുമ്പോൾ ആഹാ എന്താ ഭംഗി എന്നിങ്ങനെ മനസ്സ് പറയാൻ വേണ്ടിയിട്ട്, അത്രയേ ഉള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് അഹങ്കാരമൊന്നും പറയാം കേട്ടോ. എന്തായാലും ഞാൻ വാങ്ങിച്ച റിങ്സ് ഇപ്പം മുകളിലിടാൻ പറ്റത്തില്ല. ആദ്യം ഇങ്ങനെ കുത്തി അത് ഉണങ്ങിയ ശേഷം മാത്രമേ ആ റിങ്സ് അവിടെ ഇടാൻ പറ്റത്തുള്ളൂ കേട്ടോ. അങ്ങനെ താഴെ കിടന്ന ഒരു കമ്മലിനെ എടുത്ത് മുകളിൽ കുത്തിയിട്ട് ആ റിങ്സിനെടുത്ത് താഴെ ഇട്ടു. എന്നിട്ട് വീണ്ടും മലക്കയറ്റം.